ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സമാസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് പപ്പായ വെച്ചിട്ടുള്ള നല്ല ഒരു നാടൻ തോരനാണ്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വിഭവമാണ് ഈ ഒരു പപ്പായ. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല ഒരു തോരൻ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഓരോ നാട്ടിലും വ്യത്യസ്തമായിട്ടുള്ള പേരുകളിലാണ് ഈ ഒരു പപ്പായ അറിയപ്പെടുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ആലപ്പുഴയിൽ ഇത് പപ്പരയ്ക്ക എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു പപ്പായ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു പപ്പായയുടെ അകത്ത് പ്രത്യേകിച്ച് സീഡുകളൊന്നും തന്നെ ഇല്ല. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു തോലെല്ലാം ഒന്ന് കളഞ്ഞെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി ഇതൊന്ന് കത്തി വെച്ച് ചെറുതായിട്ട് കുത്തി അരിഞ്ഞെടുക്കാം. അതല്ലെങ്കിൽ നമുക്കൊരു ഗ്രേറ്ററിൽ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് വേണേലും എടുക്കാം. അപ്പം ഞാനിതിനെ ഒരു ഗ്രേറ്ററിൽ വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണ്. അപ്പം നമുക്ക് ഈ ഒരു പപ്പായ മുഴുവനും ഇതുപോലെ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വയ്ക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഒരു 2-3 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഒരു 3 പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അടുത്തതായിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉഴുന്ന് കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 3-4 ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ചധികം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ഒനിയൻ കട്ട് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ ഒനിയനെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പപ്പായ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്തതിന് ശേഷം നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നേരത്തെ തന്നെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ കൂട്ടുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒരുപാട് സമയമൊന്നും അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് തുറന്ന് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മളിത് ഗ്രേറ്റ് ചെയ്ത് കൂടെ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു ആവി കയറി ഇത് നന്നായി തന്നെ കുക്കായിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തുറന്ന് വെച്ച് നന്നായി ഒന്ന് മിക്സാക്കി എടുത്തു കഴിയുമ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായ ഈ ഒരു പപ്പായ തോരൻ തയ്യാറായിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ഹെൽത്തി പപ്പായ തോരൻ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് തരാനൊന്നും മറന്നു പോകരുതേ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.